ബന്ധപ്പെട്ട് നിലവിൽ 2 ഘട്ടങ്ങളിലായി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ 67 സ്ഥാനാർത്ഥികളും നിലവിൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ 45 പേര് പ്രഖ്യാപിക്കുകയും രണ്ടാം ഘട്ടത്തിൽ അത് 32 പേരുടെ പട്ടികയിൽ പ്രഖ്യാപിച്ചു. ഏറ്റവും അവസാനത്തെ ഘട്ടം എന്നുള്ളതിൽ ബാക്കി വരുന്ന 9 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലെ 12ാം വാർഡ് പാറോപ്പടി വാർഡിൽ യുവമോർച്ചയുടെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയും ഉപാധ്യക്ഷനും നിലവിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടുള്ള ഹരീഷ് ജിയാണ് സ്ഥാനാർത്ഥി. വാർഡ് 25 കോട്ടൂടി. കഴിഞ്ഞ 10-15 വർഷക്കാലമായി കോട്ടൂടി വാർഡിൽ നിരന്തരമായി ജനകീയ വിഷയങ്ങളിൽ ഇടപെട്ട് ജനകീയമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും കോട്ടൂടിയോടൊപ്പം നമുക്കുള്ള പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ബിനീഷ് എ ആണ് എൻഡിയുടെ സ്ഥാനാർത്ഥി. വാർഡ് 59 കുറ്റിച്ചറയിൽ ബിജെപിയുടെ മുൻ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിലവിൽ മഹിളാ മോർച്ചയുടെ മണ്ഡല ഭാരവാഹിയുമായിട്ടുള്ള ഷീജ എ ആണ് എൻഡിയുടെ സ്ഥാനാർത്ഥി. വാർഡ് 62 മാവൂർ റോഡിൽ കോഴിക്കോട് ജനകീയ സമരങ്ങളുടെ മുഖമായി ഇന്നും ജ്വലിച്ചു വന്നിട്ടുള്ള മഹിളാ മോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷീജ സിയാണ് എൻഡിഎയുടെ സ്ഥാനാർത്ഥി. വാർഡ് 65 കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കെമിസ്ട്രി ഗവേഷണ ബിരുദം നേടിയിട്ടുള്ള PhD നേടിയിട്ടുള്ള ഡോക്ടർ ആനീസ് ചെപ്പി മഹിളാ മോർച്ചയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹമാണ് എൻഡിഎയുടെ സ്ഥാനാർത്ഥി. വാർഡ് 69 കഴിഞ്ഞ 5 വർഷക്കാലമായി ഈച്ചയിൽ വാർഡിനെ പ്രതിനിധീകരിച്ചു വരുന്ന നിലവിലുള്ള ഈച്ചയിൽ വാർഡിന്റെ കൗൺസിലർ പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ അംഗവുമായിട്ടുള്ള N ശിവപ്രസാദ്. വാർഡ് 71 ഈച്ചയിലെ ശ്രീവിദ്യ ജനീഷ് കോവിഡ് പ്രതിസന്ധി കാലഘട്ടങ്ങളിലും ഇതിന് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ള ശ്രീവിദ്യ ജനീഷാണ് സ്ഥാനാർത്ഥി. ഇതിനു പുറമെ റൂറൽ ജില്ലയിൽപ്പെട്ട 1ാം വാർഡിൽ എലത്തൂരിൽ ബീന വിശ്വനാഥ് സ്ഥാനാർത്ഥിയാണ്. എരഞ്ഞിക്കൽ വാർഡിൽ വാർഡ് നമ്പർ 3 പുഷ്പരാജൻ കെ ആണ് സ്ഥാനാർത്ഥി. അതോടൊപ്പം എൻഡിഎയുടെ 76 വാർഡ്